കുറ്റ്യാടി കാവിലുംപാറ പഞ്ചായത്തിലെ മുറ്റത്തെ പ്ലാവ് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ ആനകൾ എത്തിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ. ജനവാസ കേന്ദ്രമായ കാവിലുംപാറ മുറ്റത്തെപ്ലാവ് മലയോര മേഖലയിലാണ് കാട്ടാനകൾ കൂട്ടമായെത്തി നാശം വിതയ്ക്കുന്നത്. 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം എത്തുന്നത്. വീട്ടുമുറ്റങ്ങളിൽ പോലും ആനകൾ എത്തിയതോടെ ഭീതിയിലാണ് കഴിയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 1 വർഷമായി. ഇപ്പം പേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ മേൽവശത്തൊക്കെ ആന വന്ന് എൻ്റെ മക്കൾ രാത്രി പണിയും കഴിഞ്ഞ് വരുന്നത് പേടിച്ചുകൊണ്ട് കാത്തിരിക്കുക. ഞങ്ങൾ പേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വീടിൻ്റെ അടുത്ത് വരെ വന്ന് പിന്നെ കണ്ണഞ്ചിറ പറമ്പിൽ ഞങ്ങൾ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പറമ്പാണ്. അത് നശിച്ചാൽ ഇവിടെ ആർക്കും പണിയില്ല. ഒരു ഇഷ്ടം പോലെ പണി കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അവിടെയെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കയ്യാലെല്ലാം പൊട്ടിച്ച നഷ്ടങ്ങൾ തന്നെയാണ്, മൊത്തം നഷ്ടം തന്നെയാണ്. കാവിലുംപാറ പഞ്ചായത്തിലെ മുറ്റത്തെപ്ലാവ് ചെറിയ പുൽപ്പാറ മല ജനങ്ങൾ 10-60 കുടുംബം താമസിക്കുന്ന പ്രദേശമാണ്. ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വലിയ കാട്ടാന ആക്രമണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 4-5 ദിവസമായി ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വലിയ പരിഭ്രാന്തിയിലാണ് ജീവിക്കുന്നത്. വ്യാപകമായി കാർഷിക വിളകളും നശിപ്പിച്ചു. തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. മോൻ പുറകെ എന്നെ കയറ്റാൻ വേണ്ടി വണ്ടിയായിട്ട് പുറകിന് വരുന്നുണ്ട്. മോനെ ഓടിക്കോ തിരിച്ചോടിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആനക്കുട്ടി എൻ്റെ പുറകെ ഓടലും വലിയ ആനയും ഇട്ടേന്ന് ചാടി പുറകെ ഓടുക ചെയ്തത്. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് പേടിയാണ്. കാരണം ഞാനത് കമന്നടിച്ച് വീഴുകയും ചെയ്തു. ഫോണ് മൊത്തം പൊട്ടി ഞാൻ ഇവനോട് പറഞ്ഞു ഓടിക്കാൻ മോനെ പറയുമ്പോഴത്തേക്ക് കാറിക്കൊണ്ട് ഇങ്ങനെ ഓടിക്കുമെന്ന് പറഞ്ഞു. കൊച്ചു അവിടെ നിന്ന് ഓടി. ആ വണ്ടി അവിടെ വീകലും വണ്ടിക്ക് വന്ന് സ്കൂട്ടിക്ക് വന്നിട്ട് 3-4 ഇടിയാണ്. ഇടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വണ്ടി ഇടിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ഓടുന്നത്. സത്യത്തിൽ അവിടെ നന്നേരാണ് ഞാൻ ഓടി. അപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇപ്പോഴും എന്താ പറയുക പറയാൻ എനിക്ക് പറ്റുന്നില്ല. കൂട്ടിക്കൊണ്ട് പോകുന്ന ടൈമിന് ഞങ്ങളെ ഓടിച്ചു ആന. ഞാനെല്ലാം വീടിൻ്റെ കാലം മുറിഞ്ഞ് മുട്ടെല്ലാം. ഞങ്ങളെ വീടിന് കുറച്ച് താഴെ. ആ വേറെ എനിക്കും പിന്നെ അമ്മയ്ക്കല്ല. ഫോറസ്റ്റുകാർ വരും, അവർ പടക്കം പൊട്ടിച്ച് അങ്ങ് മേലോട്ട് കയറ്റും. ഇത് പിന്നെ ഇറങ്ങി വരും. ഈ തള്ളയും കുഞ്ഞും കുറേ ദിവസമായി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. എന്നാ ചെയ്യുവാന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. പിള്ളേർ പോകുന്നതല്ലേ, സ്കൂളല്ല അതിലെയാണ് പോകുന്നത്. ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് തടയാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.